ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണ ഗായത്രിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നവരാത്രിയുടെ 6ാം ദിനമാണ്. 6ാം ദിനമായ ഇന്ന് ദേവി ആദിപരാശക്തിയെ നമ്മൾ കാർത്യായനി ഭാവത്തിലാണ് ആരാധിക്കാറുള്ളത്. ദേവി ആദിപരാശക്തി മഹിഷാസുരനെ വധിക്കുന്നത് കാർത്യായനി ദേവിയുടെ ഭാവത്തിലാണ് എന്നൊരു ഐതിഹ്യം കൂടെ നിലനിൽക്കുന്നുണ്ട്. ഇന്ന് നവരാത്രിയുടെ 6ാം ദിനത്തിൽ ദേവി ആദിപരാശക്തിയുടെ നവദുർഗാ ഭാവത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രകാന്ത, കൂഷ്മാണ്ഡ, സ്കന്ദമാത, കാർത്യായനി, കാലരാത്രി, മഹാഗൗരി, സിദ്ധിദാത്രി ഇവയൊക്കെയാണ് ദേവി ആദിപരാശക്തിയുടെ നവദുർഗാ ഭാവങ്ങൾ. ഇനി 6ാം ദിനമായ ഇന്ന് ദേവി ആദിപരാശക്തിയുടെ കാർത്യായനി ഭാവത്തെ കുറിച്ച് നമുക്കറിയാം. പർവ്വത നരേശന്റെ പുത്രി ആയതുകൊണ്ട് പാർവതി എന്ന നാമം വന്നതുപോലെ, സ്കന്ദന്റെ മാതാവായതുകൊണ്ട് സ്കന്ദമാത എന്ന നാമം വന്നതുപോലെ, ഹിമവാന്റെ പുത്രി ആയതുകൊണ്ട് ഹേമാവതി എന്ന നാമം വന്നതുപോലെ, കാർത്യായന മുനിയുടെ പുത്രി ആയതുകൊണ്ടാണ് കാർത്യായനി എന്ന നാമം ദേവിക്ക് വരുന്നത്. കഥൻ എന്നൊരു മുനി ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പുത്രനാണ് കാർത്യൻ എന്നുള്ള ഒരു മുനി. അദ്ദേഹത്തിന് പുത്രിമാരില്ലാത്തതിന്റെ വിഷമം വളരെ വലിയ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കാർത്യമുനി ദേവി ആദിപരാശക്തിയായ ദുർഗാദേവിയെ തന്നെ തന്റെ പുത്രിയായി ലഭിക്കാൻ വേണ്ടിയിട്ട് ഘോര തപസ്സിലും മാത്രമല്ല പ്രാർത്ഥനയിലും ഏർപ്പെടാനായിട്ട് തുടങ്ങി. കാർത്യമുനിയുടെ തപസ്സിലും ആരാധനയിലും പ്രീതിപ്പെടുന്ന ദേവി ദുർഗ അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷയാവുകയും മാത്രമല്ല അദ്ദേഹത്തിന് വലിയൊരു വരദാനം പ്രദാനം ചെയ്യുകയും ചെയ്തു. എന്താണ് ആ വരദാനം? കാർത്യമുനിയുടെ പുത്രിയായി അവതാരം കൊള്ളാമെന്നും കാർത്യായനി എന്ന നാമത്തിൽ ഈ ലോകം മുഴുവൻ ദേവിയെ അറിയപ്പെടും എന്നുമായിരുന്നു ആ ഒരു വരം. ദേവി ദുർഗ തന്നെയാണല്ലോ കാർത്യായനി ദേവി. അതുകൊണ്ട് ദേവിയുടെ ഭാവം എന്ന് പറയുന്നത് 10 കൈകളിലും ആയുധങ്ങളെല്ലാം ഏന്തി സിംഹാരൂഢയായി നിൽക്കുന്ന സുമംഗലി ഭാവമാണ് കാർത്യായനി ദേവിയുടെ ഭാവം. അധർമ്മത്തെ നിഗ്രഹിച്ച് ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്ന ദേവി കാർത്യായനി ഭാവത്തെ ആണ് മഹിഷാസുരമർദ്ദിനി ഭാവമായി ഏവരും ആരാധിക്കാറുള്ളത്. ത്രിദേവിമാരായ സരസ്വതി ദേവിയും ലക്ഷ്മി ദേവിയുടെയും പാർവതി ദേവിയുടെയും അംശവും ഊർജവും ദേവി കാർത്യായനിയിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു വിശ്വാസവും കൂടെ ഉണ്ട്. മഹിഷാസുരൻ എന്ന ദുഷ്ടനായ അസുരനെ സ്ത്രീ രൂപം കൊണ്ട് ആദിപരാശക്തിയായ ദുർഗാദേവി കാർത്യായനി ഭാവത്തിൽ വധിച്ചത് കൊണ്ട് തന്നെയാണ് ദേവിക്ക് മഹിഷാസുരമർദ്ദിനി എന്ന നാമവും കൂടെ ലഭിക്കുന്നത്. ചന്ദ്രഹാസോജ്വലകരാം ശാർദൂലവരവാഹനാം കാർത്യായനി ശുഭം ദത്യാത് ദേവി ദാനവഘാതിനി. നവരാത്രിയുടെ 6ാം ദിവസം ദേവി കാർത്യായനിയെ ഈ മന്ത്രത്തിലൂടെ നിങ്ങൾ ആരാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യവും അറിവും ബുദ്ധിയും പ്രാപ്തമാക്കാനായിട്ട് സാധിക്കും. ദേവി ആദിപരാശക്തിയുടെ കാർത്യായനി ഭാവത്തിൽ നമുക്ക് ഏവർക്കും ദേവി വലിയൊരു സന്ദേശമാണ് പകർന്നു നൽകുന്നത്. സ്ത്രീകൾ ഒരിക്കലും അബലയല്ല. സ്ത്രീയിൽ തന്നെ ഉറങ്ങിയിരിക്കുന്ന വലിയൊരു യോദ്ധാവിനെ കണ്ടെത്താൻ സ്ത്രീകൾക്ക് എളുപ്പം സാധിക്കുമെന്ന വലിയൊരു സന്ദേശമാണ് ഈ മാനവർക്കായി ദേവി നൽകുന്നത്. അവൾക്ക് നേരെ വരുന്ന ശത്രുക്കളെ നിഗ്രഹിച്ച് ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായിട്ടുള്ള എല്ലാ ശക്തിയും എല്ലാ സ്ത്രീകളിലും അടങ്ങിയിട്ടുണ്ട് എന്ന വലിയ സന്ദേശമാണ് ദേവി കാർത്യായനി ഇന്ന് ഏവർക്കും നൽകുന്നത്. ഏവർക്കും ദേവി കാർത്യായനിയുടെ അനുഗ്രഹ വർഷം പ്രാപ്തമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം നല്ലൊരു നവരാത്രിയും നേരുന്നു.